ഞാനങ്ങനെ ഇവിടെ എത്തി. ഇതൊക്കെ സ്വപ്നമായിരുന്നു. ഇത് മായാമോതിരമല്ലേ? ഇത് സ്വപ്നമല്ലല്ലോ. ഇവിടെ പൂച്ചെടികളൊക്കെ ഉണ്ടോ? എവിടെ പോയി കിടക്കിയത്? 5 വർഷം. സാറിന് ചിരിക്കുന്ന അസുഖമുള്ളതുകൊണ്ട് സാറ് ചീത്ത അറിയുമ്പോഴൊക്കെ കോമഡി ആയിട്ടാ തോന്നുന്നത്. എന്നാലും ഞാൻ 5 വർഷം ഉറങ്ങി കിടക്കുന്നു. ആ മായാമോതിരത്തിന് ശരിക്കും എന്തോ ഒരു പവറുണ്ട്. ഈ മോതിരത്തിന്റെ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകം തന്നെ ഭരിക്കാം. മോതിരത്തിനെ കുറിച്ചാ പറയുന്നേ? ഒന്നുമില്ല ബോസ്, ഒന്നുമില്ല. മോതിരത്തിനെ കുറിച്ച് കിച്ചാണി പറഞ്ഞേ. കിച്ചാണി പറഞ്ഞ മോതിരത്തിന് അങ്ങനത്തെ ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ചു. എന്നാലും ബോസിന് എൻ്റെ മോതിരത്തിന്റെ പവർ എന്നാലും മനസ്സിലായോ? ഈ മോതിരത്തിന് സമയത്തെ സ്കിപ്പ് ചെയ്യാനുള്ള പവർ ഉണ്ട് തോന്നുന്നു. അതായിരിക്കും എനിക്ക് 5 വർഷം സ്കിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. ഇത്രയും നേരം അവിടെ പോയി കിടക്കിയിരുന്നു. അത് ഞാൻ ഗോവയിൽ പോയി 5 വർഷം ഗോവയിൽ കിടക്കിയിരുന്നു. വിശ്വസിക്കാൻ പറ്റാത്ത കഥ തോന്നുന്നത്. അത് ഗോവയിൽ മേടിച്ചെന്ന മോതിരാടാ. നമുക്ക് ബാക്കിയല്ല അല്ല കിച്ചാടി കൂടി ചെയ്തോ, ഞാൻ വീട്ടിൽ പോകും. എന്നാലും കിച്ചാണി പറഞ്ഞ കഥ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഗോവയെ പോയി കിടക്കും, അത് 5 വർഷം. ആ മോതിരം അന്ന് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. സാധാരണയായിട്ട് അങ്ങനത്തെ മോതിരം ഒന്നും അങ്ങനെ കിട്ടാറില്ല. എവിടെയായിരിക്കും? ഞാൻ ഏതോ ബുക്കിലോ ചിലപ്പോ വല്ല ഡ്യൂപ്ലിക്കേറ്റ് വരും. എന്നാലും ബുക്കും നോക്കണം. A few moments later. ഇതാണ് മായാമോതിരം. ഈ മോതിരം പണ്ടത്തെ ദുർമന്ത്രവാദികൾ ഉണ്ടാക്കിയ ഒരു മോതിരമാണ്. ഈ മോതിരത്തിന് പല ആളുകളെയും ഒരു മന്ത്രം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഒരു മോതിരത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റും? അപ്പം മന്ത്രം എന്താ? ആ മന്ത്രം ആ മോതിരത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത് ഒരു മായാമോതിരമാണ്. എന്തായാലും എൻ്റെ അപ്പൂപ്പനൊരു ദുർമന്ത്രവാദിയായിരുന്നു നന്നായി. അതെനിക്ക് കണ്ടുള്ളൂ. ആ മോതിരം എനിക്ക് ആവശ്യമില്ല. കാരണം ആ മോതിരത്തിൻ്റെ പവർ എനിക്കറിയാം. ആ മോതിരത്തിൻ്റെ കുറേ കഥ ഞാൻ വായിച്ചോളൂ. എന്തായാലും അത് കിച്ചാണിൻ്റെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. എന്നാലും കിച്ചാണിക്ക് അത് അവിടെ നിന്നാണ് കിട്ടിയേ. ഞാൻ കണ്ടുപിടിക്കും. ആ മോതിരം ഞാൻ കൈക്കലാക്കുകയും ചെയ്യും. 3 hours later. കിച്ചാണിന്റെ കയ്യിലുള്ള മോതിരം എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിയേ പറ്റും. സുഖല്ലേ? ഉപയോഗിച്ചാ മതിയായിരുന്നു.
മോതിരം പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇയാളെ വീട് കിടക്കുകയായിരുന്നു. ഭാഗ്യം. ദൈവല്ല, ഇയാളങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. പോകുമ്പോ നീ എന്റെ നിയന്ത്രണത്തിൽ വാ. ഇനി ഞാൻ ബോസിനെ എന്റെ കയ്യിലാക്കി. അതാണ് സംഭവം. എന്താ മായാജാലമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് കേട്ടല്ലോ. സത്യമാണോ? ആ മോതിരം എനിക്ക് തന്നേക്ക്. എനിക്കെല്ലാം മനസ്സിലായി. അയാൾ അടിക്കി. ഈ മായാജാലം എനിക്കറിയാം. എനിക്ക് വൃത്തിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. മനസ്സിലായില്ലേ? ഇനി ആ മോതിരം തന്നേക്ക്. വെറുതെ ബുദ്ധിമുട്ടണം. ആ മന്ത്രവാദം നിനക്ക് ഉപയോഗിക്കാൻ അറിയെങ്കിലേ എൻ്റെ മുത്തച്ഛൻ മന്ത്രവാദിയായിരുന്നു. അതും ദുർമന്ത്രവാദി. കളിക്കല്ലേ? മോതിരം താ. കഴിച്ചാണ്. നിനക്ക് എന്റെ മോതിരം കിട്ടിയിട്ടുണ്ട്. ബിംബുമ്പോ നീ എന്റെ നിയന്ത്രണത്തിൽ വാ. ചാണി, ഈ മോതിരം എൻ്റെ കയ്യിലാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. മന്ത്രമൊക്കെ പറയുമ്പോളേ, മന്ത്രമാണ് ശരി, ശബ്ദം കുറച്ച് പറയാം. ഇനി എല്ലാവരും കേൾക്കും. എനിക്ക് മോതിരം കൈക്കലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. എനിക്ക് ആ മന്ത്രം കിട്ടണമായിരുന്നു. അത് ആ ബുക്കിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം കാത്തിരുന്നപ്പോൾ ആ ബോസ് ഉണ്ടല്ലോ, അയാൾ വന്ന് എല്ലാം അങ്ങ് സെറ്റാക്കി. നേരത്തെ മന്ത്രം കേട്ടു, ഞാൻ ഇപ്പോഴും കേട്ടു. അതൊക്കെ സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? ഇത് തൽക്കാലം എല്ലാവരും എൻ്റെ നിയന്ത്രണത്തിൽ അങ്ങക്ക് കിടക്കട്ടെ. ഓക്കെ, ഞാനും കൂടിക്കോട്ടെ. നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ഈ ലോകം ഭരിക്കാം. അത് വേണ്ട, ലോകം ഭരിക്കാനേ ഞാൻ ഒറ്റയ്ക്ക് വേണം. ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ. ആ ബുക്ക് ഞാൻ ഒന്ന് വൃത്തി വായിച്ചു. ഈ മോതിരത്തിന് കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, രക്ഷിക്കാനും അറിയാം, ഉണ്ടാക്കാനും അറിയാം. ഇനി എൻ്റെ സമയം അടുത്ത എപ്പിസോഡ് എൻ്റെത് മാത്രം.